അപ്പം ഇന്നൊരു വാട്ടയിറ്റിനിടെ ആവല്ലേ. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവാതിരയാണ്, പുത്തൻ തിരുവാതിര എന്നൊക്കെ പറയും. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് തുളസി വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫേസിൽ നല്ലൊരു തെളിമ കാണുന്നില്ല ഗൈസ്. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ, അതിൻ്റെ സന്തോഷമാണ് മുഖത്ത്. അങ്ങനെ രാവിലെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ബസ്സൊക്കെ കയറി. എൻ്റെ വീട് പാലക്കാടാണ്, നല്ല ലോങ് ആണ്, യാത്ര തന്നെ നല്ല സുഖമാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി. ബസ്സിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hours ട്രാവലിംഗ് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറച്ച് ടയേർഡായി. അവിടുന്ന് കുറച്ച് ഈത്തപ്പഴം മേടിച്ച് കഴിച്ചു, പിന്നെ ഒരു ഓറഞ്ചും കഴിച്ചു. അപ്പം തന്നെ ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിൻ വന്നു, ട്രെയിൻ ചാടി കയറി. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ വേഗം അതിൽ കയറിയിരുന്നു. ഒരു കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ പിന്നെ അടുത്ത വിശപ്പ് വിളി വന്നു. അപ്പം ഞാൻ നോയമ്പായതുകൊണ്ട് തന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും നല്ല തിരക്കായതുകൊണ്ട് അതും കഴിക്കാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എൻ്റെ വീട് എത്താറാകുമ്പോൾ സീറ്റെല്ലാം ഒഴിഞ്ഞ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഫുൾ പൊടിയും ഇതൊക്കെ ആയിരുന്നു. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അമ്മ നാളെ വരും, അപ്പോൾ അമ്മയ്ക്ക് സങ്കടം ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേഗം അതെല്ലാം അടിച്ചു വാരി സെറ്റാക്കിയിട്ട് തിരുവാതിര ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു. തൊട്ടടുത്ത് അമ്പലമുണ്ട്. ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയി ശീലമൊന്നുമില്ല. വേഗം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. നല്ല മടിയായിരുന്നു ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സാഹചര്യം അതാണല്ലോ, സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഞാൻ വേഗം അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ സേവയും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി ധാവണിയൊക്കെ കൊടുത്ത് നേരെ അമ്പലത്തിലേക്ക് വിട്ടുവിട്ടോ. കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലും എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ പേരിലും കുറച്ച് പൂജ ഉണ്ടായിരുന്നു. ഉമാമഹേശ്വര പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിക്കാൻ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു, നല്ല ആളായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലെത്തി അമ്മ പഴനുറുക്കൊക്കെ ഉണ്ടാക്കി തന്നു, അതെല്ലാം കഴിച്ച് തുളസി എല്ലാം കുടിച്ച് അങ്ങനെ നോമ്പ് അവസാനിച്ചു. പുത്തൻ തിരുവാതിരയുടെ അവസാനിച്ചു. അത്ര കറക്റ്റായിട്ടുള്ള രീതിയിലൊന്നും അല്ല എടുത്തത്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലെടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം അത്രയുള്ളൂ. ഓക്കെ, ബൈ.